കൂവപ്പടി പഞ്ചായത്തിൽ ജലക്ഷാമം രൂക്ഷം. എംഎൽഎയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പരിഹാരം തേടി വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി. കൂവപ്പടി പഞ്ചായത്തിന്റെ 12, 13 വാർഡുകളിലെ ജനങ്ങൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമം മൂലം ദുരിതത്തിലാണ്. 4 മാസമായി കുടിവെള്ളം കിട്ടുന്നില്ല എന്ന പരാതിയെ തുടർന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും എൽദോസ് കുന്നപ്പള്ളി എംഎൽഎയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പക്കൽ പ്രശ്നപരിഹാരത്തിനുള്ള വഴി തേടി ചർച്ചയ്ക്കായി എത്തുകയായിരുന്നു. ഒന്നോ രണ്ടോ പ്രാവശ്യം വരണ്ട്. അത് മേലൊക്കെ കിടന്നില്ല പിടിച്ചു വെക്കാൻ. അൽഹംദുലില്ലാ അത് കിട്ടിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ കഴിഞ്ഞ ഒരു 1.5 മാസത്തോളായിട്ട് വെള്ളമേ ഇല്ല. എന്ത് ചെയ്യാനോ ഒരു നിവർത്തില്ല. പിന്നെ വിളിക്കാതിരുന്നത് മഴവെള്ളം. അത് പിടിച്ചു വെച്ച് ഞങ്ങൾ എല്ലാ ആവശ്യങ്ങൾക്കും അതാണ് ഉപയോഗിക്കുന്നത്. ചില ദിവസങ്ങളിൽ കുടിക്കാൻ പോലും ഞങ്ങൾ അതെടുത്ത് ഞങ്ങൾക്ക് കിണർ പഞ്ചായത്തുകളിൽ കുറച്ചൊക്കെ പോകണം. അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റിയ ഒരാളും ആരോഗ്യപരമായിട്ടുള്ള ആവശ്യമില്ല. നാല് സെന്റ് കോളനി നിവാസികൾ വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. അതേസമയം കഴിഞ്ഞ 4 മാസമായി ഇവിടെ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. തുടർന്ന് പഞ്ചായത്ത് മുൻകൈയെടുത്ത് ലോറികളിൽ വെള്ളം എത്തിക്കുകയായിരുന്നു. മെയ് 30 മഴ തുടങ്ങിയതോടെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്തിൽ നിന്നുള്ള ജലവിതരണം അവസാനിപ്പിച്ചു. ഈ ഘട്ടത്തിൽ മഴവെള്ളം അരിച്ച് സംഭരിച്ചാണ് കോളനി നിവാസികൾ കുടിവെള്ളം അടക്കമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ മോട്ടോർ തകരാറിലാണെന്നും മറ്റുമുള്ള മുടന്തൻ ന്യായങ്ങൾ നിരത്തുകയാണെന്നും തികച്ചും നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും പരാതിയുണ്ട്. പഴയത് വന്നാലും വെള്ളമില്ലാത്തത് ഞങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. അത് അന്ന് ഇറ്റാച്ചി ഒന്ന് മാന്തി പോയതിന് പുറകെ അവിടെ പൊട്ടിയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ പാല് വന്ന് നന്നാക്കി. അന്നാണ് എൻ്റെ പറഞ്ഞത് ഞങ്ങൾക്ക് പ്ലംബർ ഇല്ല, ജോലിക്കാരില്ല, നിങ്ങൾ വേണ്ടി വെച്ച് നന്നാക്കിച്ചു എന്നുള്ളൊരു വാക്ക് പറഞ്ഞതിന് പുറകെയാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആള് വന്ന് നന്നാക്കി പോയിട്ട് പുറകെ തന്നെ വെള്ളം വിട്ടതും അവിടെ പൊട്ടി. സ്പീഡിൽ വന്നപ്പോൾ അവിടെ പൊട്ടി. അപ്പോൾ ഞാൻ വിളിച്ചു, കാരണം നന്നാക്കി പോയിട്ട് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാം. അവര് പോയി. ആരാണ്ട് മരിച്ചു എന്ന് അതിൻ്റെ അടുത്തൊക്കെ പല കാരണങ്ങളും പറഞ്ഞു. ഇതിന്റെ പേരിൽ ഒരു കാര്യങ്ങൾ ഇതിന്റെ പേരിൽ നമ്മുടെ മെമ്പർ 2-3 ദിവസത്തിന് അവിടെ പക്കായിരുന്നു. 2-3 ദിവസത്തിന് പക്കായിരുന്നു. ഇത് പൈപ്പും പൊട്ടില്ല, മോട്ടറും കംപ്ലൈന്റ് ഒന്നുമില്ല. 3-4 പിന്നെ ടാപ്പ് തുറന്ന് അല്ലെങ്കിൽ എന്താ പറയാ ടാങ്ക് തുറന്നിട്ടുണ്ട് പോയാൽ അത് പിറ്റേ ദിവസം വന്നാൽ ചെലവ്. ഇവര് ലൈനിലുണ്ടാവണ്ടേ, പോരായ്മ. അതാണ് ഈ കസ്റ്റമർ അല്ലെങ്കിൽ നാട്ടുകാര് ഇവരെ അറിയിച്ചാൽ മാത്രമാണ് ഇവരെ അറിയുള്ളൂ. റൂട്ടില് വരില്ല. ഒരാള് ഈ ഫീൽഡിൽ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അവിടെ വന്നൊന്ന് നോക്കിയിട്ട് പിന്നെ അടുത്ത ആള് വന്ന് നോക്കിയിട്ട് പൊട്ടിയിട്ടുണ്ടോ നോക്കിയിട്ട് അത് ആളുകളുടെ പ്രശ്നം മാറില്ല. ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. പ്രദേശത്തെ പൈപ്പ് പൊട്ടിയ ഭാഗങ്ങൾ സന്ദർശിച്ചു എന്നും 24 മണിക്കൂറിനുള്ളിൽ ഇതിന് പരിഹാരം കാണുകയോ അല്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യണമെന്ന് ധാരണയായതായി എൽദോസ് കുന്നപ്പള്ളി എംഎൽഎ പറഞ്ഞു. കൂവപ്പടി പഞ്ചായത്തിന്റെ 12, 13 വാർഡുകളിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമമാണ്. അവിടുത്തെ ആളുകൾ ഇന്ന് രാവിലെ എന്നെ വിളിക്കുകയും 4 മാസമായിട്ട് അവിടെ കുടിവെള്ളം ലഭ്യമല്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും അവിടുത്തെ ആളുകളും ഇവിടെ വന്ന് എൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ AXCയുമായി സംസാരിച്ചു. അവർ 4 സെന്റ് കോളനിയിൽ 4 മാസമായിട്ട് വെള്ളം ലഭ്യമല്ല. പഞ്ചായത്ത് അധികൃതർ അവിടെ ഈ വേനൽക്കാലത്ത് വെള്ളം അടിച്ചു കൊടുക്കുകയായിരുന്നു. വേനൽ മാറി മഴ പെയ്തപ്പോൾ പിന്നെ ഉത്തരവില്ലാത്തതുകൊണ്ട് വെള്ളം കൊടുക്കാൻ പഞ്ചായത്തിന് കഴിയില്ല. പക്ഷേ അവിടുത്തെ ആളുകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് മഴവെള്ളം സംഭരിച്ചിട്ടാണ് ഇപ്പോൾ വെള്ളം കുടിക്കുക പോലും ചെയ്യുന്നത്. അവിടെ തൊട്ടടുത്തുള്ള അംഗനവാടിയിൽ പോലും വെള്ളമില്ല. അത് ഇന്ന് ഇവിടെ വന്ന ശേഷം ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി സംസാരിച്ച് കത്തിപ്പോയ മോട്ടറിന് പകരം പുതിയ മോട്ടർ എത്രയും പെട്ടെന്ന് വാങ്ങിക്കാനുള്ള പ്രപ്പോസൽ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യും. ചീഫ് എഞ്ചിനീയറുമായിട്ട് ഞാൻ സംസാരിച്ചു. എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു. ഇന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഞങ്ങളും എല്ലാം കൂടി ആ
ആ പ്രദേശത്ത് പൈപ്പ് പൊട്ടിപ്പോയ ഭാഗം സന്ദർശിച്ച് അത് ഒരു ദിവസം കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കോപ്പടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേബി തോപ്പിലാൻ, പഞ്ചായത്ത് അംഗം മിനി ബാബു, പൊതുപ്രവർത്തകർ, നിരവധി സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.